വിവാഹം കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ എന്റെ മനസ്സിനെ ചൂട് പിടിപ്പിച്ച് തുടങ്ങിയത് അമ്മയോ? കൊച്ചു കുട്ടികളുടെ ചെവിയിൽ അക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് പോലെയാ അമ്മ എനിക്ക് ഓരോന്ന് പറഞ്ഞു തന്നത്. അത് വള്ളി പുള്ളി തെറ്റാതെ അനുസരിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് ഞാനിപ്പോ മടങ്ങി പോണോ അല്ലേ? എടി മറിയാമേ, നീ ഇങ്ങനെ ടിവിയുടെ മുമ്പിൽ ഏത് സമയം ഇരുന്നാലും വീട്ടിലെ പണി ആര് ചെയ്യും? അപ്പച്ചൻ തുടങ്ങി. ഞാൻ നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് മടുത്ത് വരുമ്പോൾ അല്പം ടി വി കാണുന്നതാണോ കുറ്റം? എന്തു മടുപ്പാടി. നീ വരും കിടന്നു, എപ്പം നോക്കിയാലും നിനക്ക് ഉറക്കമാ. അല്ലേല് ഒരു ഫോണും പിടിച്ച് നടക്കും. പിന്നെ എന്തു മടുപ്പാ നിനക്ക്? അപ്പച്ച, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലേ. അപ്പച്ചനൊന്ന് പോയേ, ഞാൻ ഈ സീരിയൽ കാണട്ടെ. ശരി ശരി. അല്ല മറിയാമേ, നീ ഇന്ന് ജോലിക്കൊന്നും പോണില്ലേ? ഓ, ഞാൻ ഇന്ന് സിക്ക് വിളിക്കുക. അതിന് നിന്നെ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഡാഡി, ഇന്ന് കുങ്കുമപ്പൂയുടെ ക്ലൈമാക്സാ. ശാലിനിക്ക് എന്നാ പറ്റിയെന്ന് എനിക്ക് അറിയണം. എന്റെ ദൈവമേ, അപ്പച്ചൻ വരുന്നല്ലോ എന്ന് വിചാരിച്ചു മലയാളം ചാനൽ എടുത്തത്. ഇപ്പൊ അത് പാരയായെന്നാണ് തോന്നുന്നത്. ഓവർ ടൈം ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, ഇവിടെ ജോലിക്ക് കൂടി ഇവിടെ പോകുന്നില്ല. ഇങ്ങനെ വന്നാൽ ഈ മാസത്തെ മോർഗേജ് എങ്ങനെ അടയ്ക്കും? വാങ്ങാൻ കൊണ്ടുവന്നവളുടെ തലവഴി അഭിഷേകം ചെയ്യാൻ പനിനീരും കൊടയാ. അമ്മയ്ക്ക് പുനർജന്മം നൽകിയ ദേവിയല്ലേ അവള്? സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ അവതാരം.